നമസ്കാരം. അപ്പം നമ്മളെ കുക്ക് ബുക്കിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എള്ളുണ്ടയാണ്. നമുക്കറിയാം എള്ളുണ്ട നാടൻ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഓയിലോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എള്ളുണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എള്ള് നമ്മൾ ബ്ലാക്ക് കളർ എള്ളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് കളർ എള്ള് ഒരുപാട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ ആ കാണിച്ചിരിക്കുന്ന ശർക്കര അതേപോലത്തെ ഒന്നര അച്ച് ഞാൻ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരമാണ്. നാളികേരം നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടിയോളം നാളികേരം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഏലക്കയാണ് കേട്ടോ. ജീരകം ചേർക്കുന്നവരുണ്ട്, ചുക്ക് ചേർക്കുന്നവരുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറാണ്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ എള്ള് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ള് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ വെറുതെ ഒരു പാനിൽ നമ്മൾ എള്ള് വറുത്തെടുത്തിട്ട് നമ്മൾ അത് മാറ്റി വയ്ക്കും. അതിനുശേഷം നമ്മൾ ഈ കോക്കനട്ട് അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഇനി എള്ള് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. കടായിലേക്ക് നമ്മൾ എള്ള് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ എള്ള് അങ്ങനെ കടായിലേക്ക് ഇട്ട് കൊടുക്കുമ്പം നമുക്കിതാ കണ്ടോ, ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ലേ. ഓയിലില്ലാത്തതൊരു നമുക്കറിയാം എള്ളുണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാതെ സാധാരണ അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ എള്ളുണ്ടാന്ന് പറയുന്നതിൽ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ നമുക്ക് അരി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളുടെ ചോറ് വെക്കുന്ന അരിയില്ലേ, നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ അരി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, എള്ള് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ എള്ളിൻ്റെ പാകം നമ്മൾ അറിയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും കേട്ടോ. നമ്മൾ കടുകൊക്കെ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ സൗണ്ട് ഇല്ലേ, വലിയ സൗണ്ടല്ല, ചെറിയ സൗണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഒരു ഭയങ്കര കയ്പ്പായിരിക്കും എള്ളിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരിയാതെ നോക്കാം. എന്നിട്ട് നമ്മൾ അതേ പാനിലേക്ക് തന്നെ അതേ പാൻ തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക്, ഡ്രൈ ആയിട്ടിരിക്കുന്ന മിക്സി ജാർ വേണേ, ആ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ എള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തിരിക്കുന്ന എള്ള് മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പൊടിക്കുന്ന ജാർ ഉണ്ടാവില്ല നമുക്ക് 3 ജാർ മിക്സി ആണെങ്കിൽ അതിൽ നമ്മൾ പൊടിക്കുന്ന ജാറിലേക്ക് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുട്ടിനൊക്കെ അരി പൊടിക്കുന്ന ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ എള്ളിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് അല്ലേ, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഒരു റോ ടേസ്റ്റ്, അതായത് പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അതിനും ഓയിലൊന്നും ഒഴിക്കേണ്ട കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 2 ഏലക്ക, ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന 2 ഏലക്ക, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളത് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പൊടിച്ച പോലെ ആയിട്ട് എടുക്കണ്ട കേട്ടോ. അപ്പം ഞാനതാ എള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കര പാനി ആഡ് ചെയ്യണം. അപ്പോൾ ശർക്കര പാനി ആഡ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ മധുരം, അതായത് ഞാനിപ്പോൾ ആ 1.5 അച്ച് ശർക്കര എടുത്തിട്ട് പോലും എനിക്ക് അതിൻ്റെ പകുതി മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടിയ ശർക്കര നല്ല മധുരം ഉള്ളതായിരുന്നു. അപ്പോൾ ഭയങ്കര മധുരം നമ്മളുടെ എള്ളുണ്ടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് കഴിക്കാൻ പറ്റില്ല, മടുത്തു പോകും. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു സ്നാക്ക് നമുക്കധികം കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. എനിക്ക് എള്ളുണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് കാരണം നമ്മൾ നോക്കിയിട്ട്, അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിങ്ങനെ അത് കുഴച്ച് വെച്ചു, കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ കൈ ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം കേട്ടോ. അതാ ഞാൻ അവിടെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ജസ്റ്റ് നമ്മൾ കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഉരുട്ടിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ വലുപ്പം ഡിസൈഡ് ചെയ്യാം. അതായത് നമുക്ക് ഒരുപാട് വലിയ ലഡുവിൻ്റെ വലുപ്പത്തിലുള്ള എള്ളുണ്ട വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, വളരെ ചെറിയ എള്ളുണ്ട വേണമെങ്കിൽ അത്ര ചെയ്യാം. അപ്പം ഞാൻ ഏകദേശം നമുക്ക് പുറമേ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന എള്ളുണ്ടേൻ്റെ ഏകദേശം വലുപ്പം തന്നെ നോക്കിയിട്ട് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ഓരോരോ കുറേശ്ശെ ആയിട്ട് ഞാൻ അങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കൈ ഒന്ന് നനച്ചെടുക്കണം. അതായത് കൈയിൻ്റെ നനവ് ഒന്നും വേണമെന്ന് തോന്നി നമുക്ക് ആ പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് ഒന്ന് ജസ്റ്റ് കൈ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്ക് കാണാം. ഇനി നമ്മളിത് മുഴുവൻ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ ഞാനിതാ കയ്യിലത്തെ നനവ് പോയപ്പോൾ വീണ്ടും കൈ നനച്ചിട്ട് വീണ്ടും കുഴച്ചിങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടി പിടിക്കില്ല, കുറച്ച് സ്റ്റിക്കി ആയിട്ട് ഇരിക്കും വെള്ളമൊക്കെ. അപ്പം ഇങ്ങനെ വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കുമ്പം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പിന്നെ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, നമ്മളിത് കുഴയ്ക്കുന്നതിന് മുന്നേ നമുക്ക് നോക്കണം കേട്ടോ മധുരം കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ എനിക്കിവിടെ 10 എള്ളുണ്ട കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിൽ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് ഫോർ വാച്ചിങ്.